അനിൽകുമാറിന്റെയും കുടുംബത്തിന്റെയും മരണത്തിലെ ദുരൂഹതകൾ ഒരുപാടാണ്. 10-20 ലക്ഷം രൂപ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടില്ല. ബാങ്കിൽ നിന്ന് വീട്ടിലെത്തിയ അനിൽകുമാറിന് എന്താണ് സംഭവിച്ചത്? ദുരൂഹതയുണ്ടെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ രാഷ്ട്രീയം രൂപീകരിക്കാൻ ശ്രമിക്കുന്നത്. പോലീസ് നടത്തിയ ഇൻക്വസ്റ്റ് നടപടിയിൽ വീട്ടിൽ നിന്ന് ലഭിച്ച ഡയറിയിലെ വിവരങ്ങൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറാകാത്തത് എന്തുകൊണ്ട്? ഈ പാർട്ടിക്കാർക്കോ മറ്റുള്ളവർക്കോ അങ്ങനെ പണം കൊടുത്താൽ അയാൾക്ക് കിട്ടാതെ വന്നിട്ടുണ്ടോ എന്നൊരു സംശയം നാട്ടുകാർക്കൊക്കെ ഉണ്ട്. അനിൽകുമാറിന്റെയും കുടുംബത്തിന്റെയും ദുരൂഹ മരണത്തിൽ ഒരു അനുശോചന യോഗമോ ഒരു ഫ്ലെക്സ് ബോർഡ് പോലും സ്ഥാപിക്കാൻ ഒരു നേതാക്കളും തയ്യാറാകാത്തതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. CPM നേതാവിന് കയർ മുറുക്കിയത് CPM തന്നെ ഭരിക്കുന്ന മണനാക്ക് ഫാർമേഴ്സ് സഹകരണ ബാങ്ക് തന്നെയാണോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. പണമിടപാടോ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു പൊതുവായ ഊഹം. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും ഭരണസിരാ കേന്ദ്രത്തിലുള്ളവരും മറുപടി തരേണ്ടതുണ്ട്.